എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 19 ജനുവരി 2025 കഴിഞ്ഞ കേട്ടറ്റ് കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ടെൻഡേറ്റീവ് ആൻസർ കീയാണ്. നമുക്ക് ആക്ച്വൽ ആൻസർ കീ ഇതുവരെ ഒഫീഷ്യലായിട്ട് റിലീസ് ആയിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു ടെൻഡേറ്റീവ് ആൻസർ കീയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിൽ എല്ലാവരുടെ അടുത്തുനിന്നും ഉണ്ടായിരുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എക്സാം കുറച്ച് ടഫായിരുന്നു എന്നാണ്. പക്ഷെ എങ്കിൽ പോലും ഓൾമോസ്റ്റ് നന്നായി പ്രിപ്പയർ ചെയ്തവർക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു 60 എബോവ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ഒത്തിരി ബുദ്ധിമുട്ടല്ല, എന്നാലും ഒരു കുറച്ച് മോഡറേറ്റ് ലെവല് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ നമുക്കിന്ന് ഇനി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. Okay, first question. Name of the Malayali sports person who won 2 consecutive medals in Olympics. തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ മലയാളി താരം. അഞ്ജു ബോബി ജോർജ്, KM ബീനമോൾ, PR ശ്രീജേഷ്, സാജൻ പ്രകാശ്. ആൻസർ എന്ന് പറയുന്നത് PR ശ്രീജേഷ് ആണ്. നമുക്കറിയാം 2020-ലും 2024-ലും കണ്ടിന്യൂസ് ആയിട്ട് ഹോക്കിക്ക് വേണ്ടി നമുക്ക് ഇന്ത്യക്ക് വേണ്ടി മെഡൽ കിട്ടിയിരുന്നു. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് PR ശ്രീജേഷ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The total amount of force an athlete can produce regardless of their body weight or size is called. ശരീരഭാരമോ വലിപ്പമോ പരിഗണിക്കാതെ ഒരു കായിക താരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മൊത്തം ശരീര ശക്തിയെ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് സ്ട്രെങ്ത് ആണ്. ശരി ഉത്തരം ഓപ്ഷൻ A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which organ is often referred to as the chemical factory of our body? നമ്മുടെ ശരീരത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ B ലിവർ ആണ്. ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. വെന്യൂ ഓഫ് ദ 2028 സമ്മർ ഒളിമ്പിക്സ്. ഓപ്ഷൻ B ലോസ് ഏഞ്ചൽസ് ആണ്. ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. കറക്റ്റീവ് എക്സസൈസ് ഇസ് പ്രൈമർലി ഡിസൈൻഡ് ടു. കറക്റ്റീവ് എക്സസൈസ് പ്രാഥമികമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ D കറക്റ്റ് പോസ്റ്റുറൽ ഡിസ്ഫങ്ഷൻസ്. ശരീര സംസ്ഥിതി വൈകല്യങ്ങൾ ശരിയാക്കുക എന്നുള്ളതാണ് ശരി ഉത്തരം. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് 76 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ടെസ്റ്റ് എൻഷുവേഴ്സ് വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ. ഒരു ടെസ്റ്റ് എന്താണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ അളക്കുന്നതിനെ വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ D വാലിഡിറ്റി ആണ്. ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 77. സിഫിലിസ് ഇസ് എ ഡിസീസ് സ്പ്രെഡ് പ്രൈമർലി ത്രൂ. സിഫിലിസ് എന്ന രോഗം പ്രാഥമികമായി പകരുന്നത്. ഓപ്ഷൻ B സെക്ഷുവൽ കോണ്ടാക്ട് ആണ്. ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. ഇൻ എ നോക്കൌട്ട് ടൂർണമെന്റ് വിത്ത് 21 ടീംസ് ഹൗ മെനി ബൈസ് ആർ റിക്വയർഡ്. 21 ടീമുകളുള്ള ഒരു നോക്കൌട്ട് ടൂർണമെന്റിൽ എത്ര ബൈകൾ ആവശ്യമാണ്? ഓപ്ഷൻ A 11 ആണ്. ശരി ഉത്തരം. 79ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റെപ്പിംഗ് ഇൻ ദ ഹാർവേഡ് സ്റ്റെപ്പ് ടെസ്റ്റ്. ഹാർവേഡ് സ്റ്റെപ്പ് ടെസ്റ്റിൽ എത്രയാണ് സമയപരിധി ഉള്ളത്? ഓപ്ഷൻ B 5 മിനിറ്റ്സ് ആണ്. ശരി ഉത്തരം. 5 മിനിറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 80. ബോഡീസ് എബിലിറ്റി ടു ഫൈറ്റ് ഓഫ് ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻ ഇസ് കോൾഡ്. രോഗത്തെയും അണുബാധയെയും ചെറുക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ അറിയപ്പെടുന്നത്. ഓപ്ഷൻ C പ്രതിരോധ ശേഷിയാണ് ഉത്തരം. ഓപ്ഷൻ C ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് വൺ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇസ് ഓൾസോ നോൺ ആസ്. ലോ ഓഫ് ഇനേഷ്യ ആണ് ആൻസർ. ഓപ്ഷൻ B ഇനേഷ്യ. ദ ഫർട്ട്ലക് മെത്തേഡ് ഇസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻ B സ്പീഡ് പ്ലേ ആണ്. ശരി ഉത്തരം. ഫർട്ട്ലക് രീതിക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് സ്പീഡ് പ്ലേ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 83.
Which of the following is not a test item in the Scott Motor Ability Test? Scott Motor Ability ടെസ്റ്റിലെ ഒരു ഇനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഒബ്സ്റ്റിക്കിൾ റേസ് ആണ് ശരി ഉത്തരം. Question number 84. What is the term used in tennis when a player serves the ball and the opponent fails to return it? ടെന്നീസിൽ ഒരു കളിക്കാരൻ പന്ത് സെർവ് ചെയ്യുകയും എതിരാളിക്ക് അത് തിരികെ നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പദം എന്താണ്? ഓപ്ഷൻ എ ഏസ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. ടീച്ചിങ് എയ്ഡ്സ് ആർ ഇമ്പോർട്ടന്റ് ബിക്കോസ് ദേ. പഠനോപകരണങ്ങൾ പ്രധാനമാണെന്ന് പറയുവാൻ കാരണം? ഓപ്ഷൻ സി ഹെൽപ്പ് ഇൻ ദ എഫക്റ്റീവ് ട്രാൻസാക്ഷൻ ഓഫ് കോൺസെപ്റ്റ്സ്. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആശയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. അതാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 86th. ഐസോകാൻറ്റിക് എക്സസൈസ് വാസ് ഫോർമുലേറ്റഡ് ബൈ. ഐസോകാൻറ്റിക് വ്യായാമം ആരാണ് രൂപകൽപ്പന ചെയ്തത്? ഓപ്ഷൻ സി ജെയിംസ് പെറിൻ ആണ് ശരി ഉത്തരം. 87th question. The value that occurs most frequently in a data set is called. ഒരു ഡാറ്റാ ഗണത്തിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെടുന്ന മൂല്യം അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി മോഡ് ആണ് ശരി ഉത്തരം. 88th question. Inclusive education primarily aims to promote. ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം? ഓപ്ഷൻ സി ഇക്വാലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം ആണ് ശരി ഉത്തരം. 89th question. The plane of motion that divides the body into superior and inferior sections is the. ശരീരത്തെ മേൽഭാഗവും കീഴ്ഭാഗവും ആയി വിഭജിക്കുന്ന ചലന തലം ഏതാണ്? ഓപ്ഷൻ ഡി ട്രാൻസ്വേഴ്സ് പ്ലെയിൻ ആണ് ശരി ഉത്തരം. Next one. The skill or knowledge level can be measured by. നൈപുണികളോ അറിവോ അളക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഇവാലുവേഷൻ ആണ് ശരി. 91st question. Adapted physical education is designed for individuals with. ഓപ്ഷൻ ഡി സ്പെസിഫിക് ഡിസബിലിറ്റീസ് ഓർ ഇമ്പയർമെന്റ്സ് ആണ് ശരി ഉത്തരം. 92. Which technology is used in tennis to review line calls? ടെന്നീസിൽ ലൈൻ കോൾസ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഓപ്ഷൻ ബി ഹോക്ക് ഐ ആണ് ശരി ഉത്തരം. 93rd question. Which training principle explains the fitness losses that occur when regular training stops? പതിവ് പരിശീലനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഫിറ്റ്നസ് നഷ്ടം ഏത് പരിശീലന തത്വമാണ് വിശദീകരിക്കുന്നത്? ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. 94th question. A minor burn should be treated by. ചെറിയ പൊള്ളലേറ്റാൽ ചികിത്സിക്കുന്ന രീതി ഏത്? ഓപ്ഷൻ സി പോറിംഗ് ദ ബേൺ വിത്ത് കൂൾ വാട്ടർ. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കുക. നെക്സ്റ്റ് വൺ. ചക്രാസന ക്യാൻ ബി യൂസ്ഡ് ആസ് എ കറക്റ്റീവ് എക്സസൈസസ് ഫോർ. താഴെ പറയുന്നവയിൽ ഏതിലാണ് പരിഹാര ബോധന വ്യായാമമായി ചക്രാസനം ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി കൈഫോസിസ് ആണ് ശരി ഉത്തരം. 96th question. The ability of a muscle to exert force rapidly is known as. വേഗത്തിൽ ബലം പ്രയോഗിക്കാനുള്ള പേശിയുടെ കഴിവ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി പവർ. 97th question. Which of the following is a characteristics of micro teaching? താഴെ പറയുന്നവയിൽ ഏതാണ് സൂക്ഷ്മ അധ്യാപനത്തിന്റെ അല്ലെങ്കിൽ മൈക്രോ ടീച്ചിങ് സവിശേഷത എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഇറ്റ് ഫോക്കസ്ഡ് ഓൺ പ്രാക്ടീസിങ് സ്പെസിഫിക് ടീച്ചിങ് സ്കിൽസ്. പ്രത്യേക അധ്യാപന കഴിവുകൾ പരിശീലിക്കുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 97 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. കേരള സ്പോർട്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. കേരള കായിക ദിനം ആചരിക്കുന്നത്?
ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ ആണ്. ഒക്ടോബർ 13 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 99th question. Which method allows students to practice movements at their own pace and ability? സ്വന്തം വേഗത്തിലും കഴിവിലും ചലനങ്ങൾ പരിശീലിക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്ന രീതി ഏത്? ഓപ്ഷൻ എ അറ്റ് വിൽ മെത്തേഡ് ആണ് ശരി ഉത്തരം. 100th question. Pulse can be found in. പൾസ് കണ്ടെത്താൻ കഴിയുന്നത് ആർട്ടറീസിലാണ് ശരി ഉത്തരം. റേഡിയൽ ആർട്ടറി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ആർട്ടറീസ്. 101ാമത്തെ ക്വസ്റ്റ്യൻ. ദ റിസീവിംഗ് ഓർ ഇൻപുട്ട് പോർഷൻ ഓഫ് എ ന്യൂറോൺ ഇസ് കോൾഡ്. ന്യൂറോണിന്റെ സ്വീകരണ ഭാഗം അല്ലെങ്കിൽ ഇൻപുട്ട് ഭാഗം എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ഡെൻഡ്രൈറ്റ്സ് ആണ് ശരി ഉത്തരം. 102. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹിഞ്ച് ജോയിന്റ്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ഒരു ഹിഞ്ച് ജോയിന്റ് ഏതാണ്? ഓപ്ഷൻ എ എൽബോ ജോയിന്റ് ആണ് ശരി ഉത്തരം. 103. ദ സ്റ്റഡി ഓഫ് ദ ഫങ്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് നോൺ ആസ്. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ഫിസിയോളജി ആണ് ശരി ഉത്തരം. 104. The nervous system where the fulcrum is located between the effort and the load is a. എഫേർട്ടിനും ലോഡിനും ഇടയിൽ ഫൽക്കം സ്ഥിതി ചെയ്യുന്ന ലിവർ സിസ്റ്റം ഏതാണ്? ഫസ്റ്റ് ക്ലാസ് ലിവർ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. ദ വെയിറ്റ് ഓഫ് ദ ഷോർട്ട് പുട്ട് ഈസ്. ഷോർട്ട് പുട്ടിന്റെ ഭാരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 7.26 kg ഫോർ മെൻ ആൻഡ് 4 kg ഫോർ വുമൻ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ ടാസ്ക് ഓഫ് ദ ട്രാൻസിഷൻ പീരിയഡ് ഇൻ പീരിയഡൈസേഷൻ? പീരിയഡൈസേഷനിലെ ട്രാൻസിഷൻ കാലയളവിന്റെ പ്രധാന ലക്ഷ്യം. ഓപ്ഷൻ സി റിക്കവറി ആണ് ശരി ഉത്തരം. 107ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ട്രെയിനിങ് മെത്തേഡ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ഇംപ്രൂവിംഗ് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ഇൻ അത്ലീറ്റ്സ്? അത്ലറ്റുകളിൽ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും ഫലപ്രദമായ പരിശീലന രീതി ഏതാണ്? ഓപ്ഷൻ ഡി പ്ലയോമെട്രിക് ട്രെയിനിങ് ആണ് ശരി ഉത്തരം. 108ാമത്തെ ക്വസ്റ്റ്യൻ. ദ എബിലിറ്റി ടു അച്ചീവ് ഹൈ സ്പീഡ് ഫ്രം എ സ്ലോ ഓർ സ്റ്റേഷനറി പൊസിഷൻ ഈസ് കോൾഡ്. നിശ്ചലമായതോ വേഗത കുറഞ്ഞതോ ആയ സ്ഥാനത്ത് നിന്ന് ഉയർന്ന വേഗത കൈവരിക്കാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ ആക്സിലറേഷൻ എബിലിറ്റി ആണ് ശരി ഉത്തരം. ഇനി 109ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആഷസ് ക്രിക്കറ്റ് സീരീസ് ഈസ് പ്ലേഡ് ബിറ്റ്വീൻ വിച്ച് ടു കൺട്രീസ്? ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ് ആഷസ് ക്രിക്കറ്റ് പരമ്പര നടത്തുന്നത്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. വിച്ച് പ്രിൻസിപ്പിൾ ഈസ് റിലേറ്റഡ് ടു അക്കോമഡേറ്റിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ലേണേഴ്സ്? പഠിതാക്കളുടെ വ്യക്തിഗത വ്യത്യാസങ്ങൾ പരിഗണിക്കുന്നതിനുള്ള തത്വം ഏതാണ്? ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ. നെക്സ്റ്റ് വൺ. 111ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ജോയിന്റ് ദാറ്റ് അലോസ് മൂവ്മെന്റ് ഇൻ ഓൾ ഡയറക്ഷൻസ്? എല്ലാ ദിശകളിലേക്കും ചലനം അനുവദിക്കുന്ന സന്ധികൾ ഏതാണ്? ഓപ്ഷൻ എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് ശരി ഉത്തരം. 112ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ലെസൺ പ്ലാനിങ്? പാഠാസൂത്രണത്തിന്റെ ആദ്യ പടി ഏതാണ്? ഓപ്ഷൻ ഡി സെറ്റിംഗ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. ഇൻ ടേബിൾ ടെന്നീസ് ഹൗ മെനി പോയിന്റ്സ് ആർ റിക്വയർഡ് ടു വിൻ എ ഗെയിം? ടേബിൾ ടെന്നീസിൽ ഒരു ഗെയിം ജയിക്കാൻ എത്ര പോയിന്റ് ആവശ്യമാണ്? ഓപ്ഷൻ എ 11 ആണ് ശരി ഉത്തരം. 114ാമത്തെ ക്വസ്റ്റ്യൻ. ഡക്ലസ് ഗ്ലാൻസ് ആർ ഓൾസോ നോൺ ആസ്. ഡക്ലസ് ഗ്രന്ഥികൾ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ശരി ഉത്തരം. 115ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഫേസ് ഡസ് ദ ബോഡീസ് ഫിറ്റ്നസ് ലെവൽ സർപാസ് ദ ഇനീഷ്യൽ ലെവൽ ഡ്യൂ ടു അഡാപ്റ്റേഷൻ ആൻഡ് ട്രെയിനിങ് റിസൾട്ടിംഗ് ഇൻ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്?
ഏത് ഘട്ടത്തിലാണ് ശരീരത്തിന്റെ കായികക്ഷമത നിലവാര അനുരൂപീകരണവും പരിശീലനവും കാരണം പ്രാരംഭ നിലയെ മറികടന്ന് മെച്ചപ്പെട്ട പ്രകടനത്തിലേക്ക് എത്തുന്നത്? ഓപ്ഷൻ എ കോമ്പൻസേഷൻ ഫേസ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ, while administering CPR to an infant, you should use. ഒരു ശിശുവിന് CPR നൽകുമ്പോൾ ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ സി 2 fingers on the chest ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി 2 fingers on the chest. What does isometric mean in the context of exercise? വ്യായാമത്തിൽ ഐസോമെട്രിക് എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി സെയിം ടെൻഷൻ ആണ് ശരി ഉത്തരം. Which test is specifically designed to measure tennis skills? ടെന്നീസ് നൈപുണികൾ അളക്കാൻ രൂപകൽപ്പന ചെയ്ത ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ ബ്രോയർ മില്ലർ ടെസ്റ്റ് ആണ് ശരി ഉത്തരം. ബ്രോയർ മില്ലർ ടെന്നീസ് ടെസ്റ്റ് ആണ് ശരി ഉത്തരം. 119ാമത്തെ ക്വസ്റ്റ്യൻ. Who said education is a manifestation of divine perfection already existing in the man? മനുഷ്യനിൽ നിലനിൽക്കുന്ന പരമോന്നത പരിപൂർണതയുടെ പ്രകടനമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദയാണ് ശരി ഉത്തരം. സ്വാമി വിവേകാനന്ദയാണ് ഇത് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ദ ലെങ്ത് ഓഫ് എ സ്റ്റാൻഡേർഡ് ഹാൻഡ്ബോൾ കോർട്ട് ഈസ്? ഓപ്ഷൻ ബി 40 meters ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ടേൺവേരി മൂവ്മെന്റ് ടേക്ക് പ്ലേസ്? ഏത് രാജ്യത്താണ് ടേൺവേറിയൻ പ്രസ്ഥാനം ഉടലെടുത്തത്? ഓപ്ഷൻ എ ജർമ്മനിയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ, ഗാന്ധിജീസ് എഡ്യൂക്കേഷണൽ ഫിലോസഫി എംഫസൈസ്ഡ്? ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ തത്വചിന്ത അധിഷ്ഠമായിരിക്കുന്നത്? ഓപ്ഷൻ എ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് സെൽഫ് സഫിഷ്യൻസി, തൊഴിൽ വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയുമാണ് ശരി ഉത്തരം. നൂറ്റി 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ സ്പോർട്സ് ഇംപ്ലൈസ്? കായിക രംഗത്തെ വ്യക്തിഗത വ്യത്യാസങ്ങൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ട്രെയിനിങ് ഷുഡ് ബി പേഴ്സണലൈസ്ഡ് ടു ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ജനിതക പാരിസ്ഥിതിക ഘടകങ്ങൾക്ക് അനുസൃതമായ നിലയിൽ പരിശീലനം വ്യക്തമാക്കണം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 124ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഡെമോക്രാറ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ടെക്നിക്? അധ്യാപന പഠന തന്ത്രങ്ങളിൽ ഏറ്റവും ജനാധിപത്യ രീതിയായി കണക്കാക്കപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ബി ഡിസ്കഷൻ മെത്തേഡ് ആണ് ശരി ഉത്തരം. 125ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഫിലോസഫർ കോൺട്രിബ്യൂട്ടഡ് ടു ദ കിൻഡർഗാർട്ടൻ കോൺസെപ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ? വിദ്യാഭ്യാസത്തെ കിൻഡർഗാർട്ടൻ ആശയം സംഭാവന നൽകിയത് ഏത് തത്വചിന്തകനാണ്? ഓപ്ഷൻ ബി ഫ്രോബൽ ആണ് ശരി ഉത്തരം. 126ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ഇൻവോൾവ്സ്? പാരമ്പര്യത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി ഇൻഹെറിറ്റഡ് ട്രയറ്റ്സ് ഫ്രം പാരന്റ്സ്, മാതാപിതാക്കളിൽ നിന്നുള്ള പാരമ്പര്യ സ്വഭാവ വിശേഷങ്ങൾ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 127ാമത്തെ ക്വസ്റ്റ്യൻ. The form of motivation depends on the needs, interests and mental capacities of the individual is? വ്യക്തിയുടെ ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ, മാനസിക കഴിവുകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്ന പ്രചോദനത്തിന്റെ തലം ഏതാണ്? ഓപ്ഷൻ ഡി ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് ശരി ഉത്തരം. 128. Which philosophy emphasizes practical experience over theoretical knowledge? ഏത് തത്വചിന്തയാണ് സൈദ്ധാന്തിക അറിവിനേക്കാൾ പ്രായോഗിക അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്? പ്രാഗ്മാറ്റിസം ആണ് ശരി ഉത്തരം, ബൈ ജോൺ ഡെവിൻ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, പ്രാഗ്മാറ്റിസം. 129ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രീവിയസ് നെയിം ഫോർ ദ കോമൺവെൽത്ത് ഗെയിംസ് വാസ്? കോമൺവെൽത്ത് ഗെയിംസിൽ മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ബി ദ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 130. Which among these is the national sports football tournament? നാഷണൽ സ്കൂൾസ് ഫുട്ബോൾ ടൂർണമെന്റ് ചുവടെ കാണുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി
സുബ്രതോ മുഖർജി കപ്പാണ് ശരി ഉത്തരം. 131 ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ്, റിസോഴ്സസ്, മെറ്റീരിയൽസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ അസസിംഗ് വെദർ ലേണിംഗ് ഗോൾസ് ഹാവ് ബീൻ മെറ്റ് ഓർ റെഫേർഡ് ടു അസ്. പഠന ലക്ഷ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനുള്ള നിർദ്ദേശപരമായ ഉള്ളടക്കം, വിഭവങ്ങൾ, സാമഗ്രികൾ, നടപടിക്രമങ്ങൾ എന്നിവയെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ കരിക്കുലമാണ് ശരി ഉത്തരം. 132 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആർ അഫക്റ്റഡ് ബൈ. മനുഷ്യരുടെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്നത്. ഓപ്ഷൻ സി ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. 133 ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ഓൺ വിച്ച് ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്. ആരോഗ്യവും കായിക വിദ്യാഭ്യാസവും ഏത് ദാർശനിക ആശയത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്? ഓപ്ഷൻ സി റിയലിസം ആണ് ശരി ഉത്തരം. റിയലിസം ബൈ അരിസ്റ്റോട്ടിൽ. 134 മെന്റൽ ഏജ് റെഫേഴ്സ് ടു. മാനസിക പ്രായം സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി ദ ഏജ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡിറ്റർമൈൻഡ് ബൈ ഇന്റലക്ച്വൽ പെർഫോമൻസ്. ഒരു വ്യക്തിയുടെ പ്രായം ബൗദ്ധിക പ്രകടനത്താൽ നിർണ്ണയിക്കപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 135 ദ പ്രിൻസിപ്പിൾ ഓഫ് എക്സിസ്റ്റൻഷ്യലിസം എംഫസൈസസ്. അസ്തിത്വവാദത്തിന്റെ തത്വം ഊന്നി പറയുന്നത്. ഓപ്ഷൻ എ ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി. വ്യക്തി സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവുമാണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി. 136 ടെൻഡൻസി ഓഫ് എ ഗ്രൂപ്പ് ടു സ്റ്റേ ടുഗദർ ടു അച്ചീവ് ദ ഗോൾ ഓർ ടാസ്ക് ഇസ് കോൾഡ്. ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഗ്രൂപ്പിന്റെ പ്രവണത അറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ സി കൊഹീഷൻ ആണ് ശരി ഉത്തരം. 137 who believed that education should be based on natural instincts and self-expression. വിദ്യാഭ്യാസം സ്വാഭാവിക സഹജാവ ബോധത്തെയും ആത്മപ്രകാശത്തെയും അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കണമെന്ന് വിശ്വസിച്ചതാര്? റോസോ ആണ് നാച്ചുറലിസം ആണ്. അപ്പോൾ റോസോ ആണ് ശരി ഉത്തരം. Question number 138. This was the mascot of Kerala Schools Sports Meet Kochi 24. What is its name? Kerala School കായികമേള കൊച്ചി 24 ഭാഗ്യചിഹ്നത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി തക്കുടു ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. ഫ്രോബൽസ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ വാസ് ഗ്രൗണ്ടഡ് ഇൻ. ഫ്രോബലിന്റെ വിദ്യാഭ്യാസ തത്വചിന്ത ഏതിൽ അധിഷ്ഠിതമാണ്? ഓപ്ഷൻ ബി ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ ത്രൂ പ്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 140 കോമ്പറ്റീഷൻ ആങ്സൈറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. മത്സര ഉത്കണ്ഠ കുറയ്ക്കാൻ സാധിക്കുന്നത്. ഓപ്ഷൻ ബി റെഗുലർ പ്രാക്ടീസ് ആൻഡ് മെന്റൽ ട്രെയിനിങ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി റെഗുലർ പ്രാക്ടീസ് ആൻഡ് മെന്റൽ ട്രെയിനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 141. വാട്ട് ഈസ് കോബ്ര പോസ് കോൾഡ് ഇൻ യോഗ? യോഗയിൽ കോബ്ര പോസ് എന്ന് അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ഭുജംഗാസനയാണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 142. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഇന്റർഡിസിപ്ലിനറി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് ടു. അന്തർവിഷയാത്മക കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ഏതാണ്? ഇന്റഗ്രേറ്റ് സയൻസസ് ഫോർ ഓവറോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. Integrate sciences for overall human development. Option C ആണ് ശരി. Question number 143. The process of testing or evaluating a skill enables both the teacher and the student to assess performance and gives the learner information about their level of achievement is. ഒരു നൈപുണ്യം പരിശീലിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യപ്പെടുന്നതിലൂടെ പഠിതാവിന്റെ പ്രകടനം വിലയിരുത്താൻ അധ്യാപകനെയും അതോടൊപ്പം പഠിതാവിനെയും പ്രാപ്തരാക്കുകയും പഠിതാവിന് തന്റെ നേട്ടം ഏത് നിലവാരത്തിൽ ആണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇതിന്റെ ക്വസ്റ്റ്യൻ അവർ വളരെ ലെങ്തി ആക്കി ചോദിച്ചതാണ്. എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവർ ഭയങ്കര ലെങ്തി ആയിട്ട് ചോദിച്ചത്, അത്ര മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 144.
The tournament conducted within the institution is known as സ്ഥാപനത്തിന് ഉള്ളിൽ നടത്തപ്പെടുന്ന ടൂർണമെന്റ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ഇൻട്രാമുറൽ ടൂർണമെന്റ് ആണ് ശരി ഉത്തരം. How does the philosophy of naturalism shape physical education? പ്രകൃതിവാദ തത്വചിന്ത കായിക വിദ്യാഭ്യാസത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു? ഓപ്ഷൻ സി ബൈ എംഫസൈസിങ് ലേണിംഗ് ത്രൂ നാച്ചുറൽ ആൻഡ് സെൽഫ് ഡിസ്കവറി. പ്രകൃതിയിലൂടെയും സ്വയം കണ്ടെത്തലിലൂടെയും പഠനത്തിന് ഊന്നൽ നൽകുന്നതിലൂടെ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 146. The last event of the decathlon competition. ഡെക്കാത്തലൺ മത്സരത്തിന്റെ അവസാന ഇനം ഏത്? രണ്ടാമത്തെ ദിവസം ലാസ്റ്റ് ഉള്ള ഈവന്റ് എന്ന് പറയുന്നത് 1500 മീറ്റർ റേസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1500 മീറ്റർ റേസ്. 147. ക്വസ്റ്റ്യൻ നമ്പർ. ഡോക്ടർ കെന്നത്ത് കൂപ്പർ ഇസ് ദ എക്സ്പോണന്റ് ഓഫ്. ഡോക്ടർ കെന്നത്ത് കൂപ്പർ ഏത് ടെസ്റ്റ് ഇനത്തിന്റെ ഉപജ്ഞാതാവാണ്? 12 മിനിറ്റ് റൺ ഓർ വാക്ക് കൂപ്പർ ടെസ്റ്റ് ആണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. Question number 148. Which body type is characterized by a lean and slim physique? മെലിഞ്ഞതും ഉയരമുള്ളതുമായ സവിശേഷതയുള്ള ശരീരഘടന ഏതാണ്? ഓപ്ഷൻ സി എക്ടോമോർഫ് ആണ് ശരി ഉത്തരം. Question number 149. Which teaching method involves study, learning at home and engaging in activities in class? വിദ്യാർത്ഥികൾ വീട്ടിൽ പഠിക്കുന്നതും ക്ലാസ്സിലെ പ്രവർത്തനങ്ങളിൽ ഉൾച്ചേരുന്നതുമായ അധ്യാപന രീതി ഏതാണ്? ഓപ്ഷൻ ബി ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആണ് ശരി ഉത്തരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 150th ക്വസ്റ്റ്യൻ. നാച്ചുറലിസം ഇൻ എഡ്യൂക്കേഷൻ സപ്പോർട്ട്സ്. ഓപ്ഷൻ എ ലേണിംഗ് ത്രൂ നാച്ചുറൽ എക്സ്പീരിയൻസ്. പ്രകൃതിയിലൂടെയും അനുഭവത്തിലൂടെയും പഠിക്കുക, അതാണ് നാച്ചുറലിസം. റോസോയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 150ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ലേണിംഗ് ത്രൂ നാച്ചുറൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിൽ വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത് ടെൻറ്റേറ്റീവ് ആൻസേഴ്സ് ആണ്, നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. താങ്ക് യു.